ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ അവിയൽ നല്ല രുചികരമായി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു 40 പേർക്കൊക്കെ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. അവിയൽ ഉണ്ടാക്കുന്നത് ഇതുപോലെ വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. അവിയലിന് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കിലോ അളവിലാണ് കേട്ടോ എല്ലാം ഇട്ടിട്ടുള്ളത്. 1/2 കിലോ മുരിങ്ങക്കോല്, കോവയ്ക്ക, വെള്ളരി, പച്ചക്കായ, ചേന, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും വെജിറ്റബിൾസിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ബീൻസും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തേക്ക് ആക്കി മാറ്റിയിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 2 കപ്പ് തേങ്ങയും 4-5 പച്ചമുളകും, ഒരു 10-20 ചെറിയ ഉള്ളിയും, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇത് ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. ഇതപ്പോഴേക്കും നമ്മൾ വേവാൻ വെച്ച പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ ഒതുക്കിയെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പോരാന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഈ സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. അപ്പോഴേക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അവിയൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പൊക്കെ തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പുളിയില്ലാത്ത തൈര് തന്നെ നോക്കി ചേർത്ത് കൊടുക്കണം. പുളിയില്ല തൈരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോകാണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ അവിയലിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സദ്യക്ക് എത്ര പേരുണ്ടെങ്കിലും ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.